അതൊക്കെ നല്ല രീതിയിൽ, അതായത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി തരാനൊക്കെ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ ഡിസ്റ്റൻസിലാണെങ്കിലും ഇടയ്ക്കൊക്കെ കണ്ടുമൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും എഫേർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പേഴ്സണും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു പേഴ്സണും കൂടി വിചാരിച്ചിട്ടാണല്ലോ ചിലപ്പോൾ വഴിയിലൊക്കെ വെച്ചിട്ടാണെങ്കിലും വന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്നൊരു വ്യക്തിനെ കാണുന്നത്. പിന്നെ ഒരു കമ്മിറ്റഡ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഈ പേഴ്സൺ എങ്ങനെയായിരുന്നു, ഒരു ഡൗട്ട് അടിച്ചിരുന്നതിൽ നിന്നൊക്കെ കുറേയൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഇതിനെയൊക്കെ പറ്റി ആലോചിച്ചും കണ്ടും കേട്ടുമൊക്കെ ഒരുപാടൊക്കെ ആ ഒരു പേഴ്സണ് മനസ്സിലായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്താ പറയുക എനർജിയും അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഡൗട്ട് അടിച്ച് നിന്ന ആ ഒരു സമയത്ത് നിന്നും എൻറ്റയർലി എനർജി ഷിഫ്റ്റായിട്ട് പുതിയൊരു തരത്തിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ചേഞ്ച് ആവുന്നുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്, അതായത് പാസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ്ങിലോട്ടാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വരുന്നത്. അതായത് അയാൾക്കൊരു ഐഡിയ ഇല്ലാതെ എടുത്തു നിന്നും അയാൾക്കിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതിനൊക്കെയുള്ള ക്ലാരിറ്റി ഒക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ബ്രേക്കപ്പും പ്രോബ്ലംസും ഒക്കെ ആയിരുന്നതിൽ നിന്നൊക്കെ ആ ഒരു പേഴ്സൺ നല്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അത് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസൊക്കെ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ ഇവർ അവോയ്ഡ് ചെയ്ത് പോകുകയും കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളായിട്ട് കുറച്ചതല്ല, ആ ഒരു പേഴ്സണായിട്ട് തന്നെ പതുക്കെ കുറച്ചുകൊണ്ടൊക്കെ പോയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നു, നിങ്ങളുടെ ആ ഒരു വിഷമത്തിൻ്റെ ഡെപ്ത് എന്താണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടൊക്കെയുണ്ട് ഈ ഒരു പേഴ്സൺ. പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് അതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ തന്നെയും നിങ്ങളാണ് അവരുടെ ഒരു സേഫ് എന്താണ് പറയുക കറക്റ്റായിട്ടുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു സ്പേസ്, മനസ്സിലായി? അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം സമാധാനമൊക്കെ ഉണ്ട്. ഇപ്പോൾ അന്ന് ഉണ്ടെങ്കിലും മൊത്തം സംശയമായിരുന്നു. ചിലപ്പോൾ എന്താ പറയുക, വൂൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അതല്ലെങ്കിൽ അയാൾ ഫേസ് ചെയ്യുന്ന അയാളുടെ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, ഫാമിലി, ഫിനാൻസ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ അപ്പോഴും അയാൾക്ക് നിങ്ങളോട് ആ ഒരു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു കാംനെസ്സും ഒരു സേഫൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതയാളധികം കൂടുതൽ അങ്ങോട്ട് ഇതായിട്ട് പോയിട്ടില്ല, മനസ്സിലായോ? പക്ഷേ ഇപ്പോൾ അയാൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അയാളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ എന്തൊക്കെയോ സംതിങ് ഇമ്പോർട്ടൻസ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ